KL സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ രാജസ്ഥാൻ റോയൽസ് നായകനായും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായും സഞ്ജു സാംസൺ കസറുകയാണ്. ഇതുവരെയുള്ള സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥിരതയോടെ കളിക്കുവാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സഞ്ജുവിനെ T20 ലോകകപ്പിലേക്ക് ഇത്തവണ വിളിയെത്തിയതും. ശ്രീശാന്തിന് ശേഷം ഇന്ത്യക്കായി T20 ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളിയായി മാറുവാനുള്ള ഭാഗ്യമാണ് സഞ്ജുവിനെ ലഭിച്ചിരിക്കുന്നത്. കേരള ക്രിക്കറ്റിൽ നിന്ന് ഇത്രയും വലിയൊരു കരിയറിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഈ നേട്ടം വളരെ സവിശേഷമാണ്. എന്നാൽ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ വളർച്ച ഒരിക്കലും അത്ഭുതപ്പെടുത്തിയിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് ടീമിന്റെ മുൻ ഉപദേഷ്ടാവായ ബിജു ജോർജും സഞ്ജുവിന്റെ സഹതാരമായിരുന്ന റൈഫി വിൻസെന്റ് ഗോമസും. സഞ്ജു സാംസൺ എപ്പോഴും വലിയ സ്വപ്നം കണ്ടിരുന്നവനാണ്. ഒരു ദിവസം താൻ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന ഉറച്ച വിശ്വാസം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ വളർച്ചയിൽ അത്ഭുതം തോന്നുന്നില്ല എന്നാണ് റൈഫി വിൻസെന്റ് ഗോമസ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത്. ചെറുപ്പം മുതൽ കഠിനമായി അധ്വാനിക്കാൻ സഞ്ജു തയ്യാറായിരുന്നു. സഞ്ജുവിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും വ്യക്തമാക്കുന്ന ഒരു സംഭവം മുൻ കേരള ക്രിക്കറ്റ് മെന്ററായിരുന്ന ബിജു ജോർജും വെളിപ്പെടുത്തി. നല്ല മഴയോ വെയിലോ ആകട്ടെ, അതെല്ലാം അവഗണിച്ച് സഞ്ജുവും സഹോദരൻ സാലിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നെറ്റ്സിൽ എന്നും ഉണ്ടാകും. ഒരു ദിവസം ശക്തമായ മഴയായിരുന്നു. സ്വാഭാവികമായും താരങ്ങൾ അന്ന് പ്രാക്ടീസിന് വരാൻ സാധ്യതയില്ല. വിഴിഞ്ഞത്ത് താമസിച്ചിരുന്ന സഞ്ജു നെറ്റ്സിലേക്ക് എത്തില്ല എന്നാണ് അന്ന് കരുതിയിരുന്നത്. പക്ഷേ 25 കിലോമീറ്റർ ദൂരം താണ്ടി അന്നും സഞ്ജു പ്രാക്ടീസിനെത്തി. കൃത്യസമയത്ത് തന്നെ തന്റെ ക്രിക്കറ്റ് കിറ്റുമായി സഞ്ജു അവിടെ ഉണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോമും അവൻ കയ്യിൽ കരുതും. പരിശീലനത്തിന് ശേഷം അവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോവുക. ആ പ്രായത്തിൽ തന്നെ വളരെ അച്ചടക്കത്തോടെ പ്രൊഫഷണലായി കാര്യങ്ങൾ ചെയ്യുവാൻ സഞ്ജുവിനെ സാധിച്ചിരുന്നു. ബിജു ജോർജ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ടീമിൽ എത്ര മികച്ച പ്രകടനം നടത്തിയാലും സെലക്ടർമാർ അത് പരിഗണിക്കുവാൻ സാധ്യതയില്ല. എന്നാൽ സഞ്ജുവിന്റെ കരിയറിൽ വഴിത്തിരിവായത് IPL കരാറാണ്. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന്റെ സഹായത്തോടു കൂടിയാണ് രാജസ്ഥാൻ റോയൽസിനായി സഞ്ജുവിനെ കളിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇതോടെ സഞ്ജുവിന്റെ കരിയറും മാറിമറിഞ്ഞു. പല സൂപ്പർ താരങ്ങൾക്ക് വേണ്ടിയും സഞ്ജു പലപ്പോഴും തഴയപ്പെട്ടെങ്കിലും തന്റെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സഞ്ജു പൊരുതിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ രാജസ്ഥാന്റെ നായകസ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. രാജസ്ഥാനെ ഇതുവരെ കപ്പിലേക്ക് എത്തിക്കുവാനായിട്ടില്ലെങ്കിലും ഫൈനലിലേക്ക് എത്തിക്കുവാൻ സഞ്ജുവിനെ കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന സഞ്ജുവിനെ ലോകമെമ്പാടുമായി വലിയ ആരാധക പിന്തുണയും ഉണ്ട്. സഞ്ജുവിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന് T20 ലോകകപ്പിലേക്ക് ലഭിച്ച വിളി. ഋഷഭ് പന്ത് 1ാം നമ്പർ കീപ്പറായി കളിക്കുവാനാണ് സാധ്യതയെങ്കിലും സഞ്ജുവിനും ഇത്തവണ അവസരം ലഭിച്ചേക്കും. വലിയ പ്രതിസന്ധികളെ മറികടന്ന് സഞ്ജു പ്രതി നേടിയതാണ് ഈ സ്ഥാനമെന്ന് നിസ്സംശയം പറയാം. പൊതുവെ ശാന്തനായ താരമാണ് സഞ്ജുവെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാനും സഞ്ജുവിനറിയാം. ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അത് കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ കായിക വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.